ആകാശവാണി വാർത്താ വീക്ഷണം. ഇന്ത്യൻ സമ്പദ്ഘടന അതിവേഗ വളർച്ചയുടെ പാതയിൽ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം ഹരിഷ്ണ. ആഗോള സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലും അടിപതറാതെ ഇന്ത്യൻ സാമ്പത്തിക മേഖല വളർച്ചയുടെ പാതയിൽ മുന്നേറുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഗോള വ്യാപാര യുദ്ധ പ്രഖ്യാപനത്തിനും ഇന്ത്യൻ സമ്പദ്ഘടനയെ പോറിലേൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നത് സമ്പദ് വ്യവസ്ഥയുടെ സുസ്ഥിരതയെയാണ് പ്രകടമാക്കുന്നത്. ജപ്പാനെ മറികടന്ന് ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുകയാണ്. അടുത്ത 2.5 മുതൽ 3 വർഷത്തിനുള്ളിൽ ജർമ്മനിയെ പിന്നിലാക്കി 3ാം സ്ഥാനം നേടാനുള്ള പരിശ്രമത്തിലാണ് ഇന്ത്യ. IMFന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യ ഇപ്പോൾ $4 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയാണ്. അമേരിക്ക, ചൈന, ജർമ്മനി എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഇന്ത്യയുടെ മുന്നിലുള്ളത്. ജപ്പാൻ, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, കാനഡ, ബ്രസീൽ എന്നീ രാജ്യങ്ങൾ യഥാക്രമം ഇന്ത്യക്ക് പിന്നിലാണ്. ലോകത്തിലെ അതിവേഗം വളരുന്ന പ്രമുഖ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുമെന്നും അടുത്ത 2 വർഷത്തിനുള്ളിൽ 6% വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഏക രാജ്യം ഇന്ത്യയാണെന്നും വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ടിൽ IMF വ്യക്തമാക്കിയിട്ടുണ്ട്. IMFന്റെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ GDP നിലവിൽ $4.3 ട്രില്യൺ ആണ്. 2015 $2.1 ട്രില്യൺ ആയിരുന്നു. അതിനുശേഷം സമ്പദ് വ്യവസ്ഥ ഇരട്ടിയിലധികം വളർന്നതായി നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം വെളിപ്പെടുത്തി. നിലവിലെ സ്ഥിതി ഇതുപോലെ തുടർന്നാൽ ഇന്ത്യയുടെ GDP 2028 $5.5 ട്രില്യൺ ഉയരുകയും ജർമ്മനിയെ മറികടന്ന് 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുകയും ചെയ്യും. ആഗോള വ്യാപാര യുദ്ധം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ജർമ്മനിയെ ആയിരിക്കുമെന്ന് നിലവിലെ വളർച്ചാ നിരക്ക് ചൂണ്ടിക്കാട്ടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ USന്റെ GDP 2025 $30.5 ട്രില്യൺ കണക്കാക്കപ്പെടുന്നു. അതേസമയം 2ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ചൈനയുടേത് ഏകദേശം $19.2 ട്രില്യൺ ആണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ അവസാന ത്രൈമാസ കാലയളവിൽ ആഭ്യന്തര മൊത്തം ഉൽപ്പാദനത്തിലെ വളർച്ച 7.4% ഇന്ത്യയെ ലോകത്തിലെ അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയെന്നുറപ്പിക്കാൻ പോകുന്നതാണ്. 4 പാദങ്ങളിലെയും ഉയർന്ന വളർച്ചയാണ് ജനുവരി മുതൽ മാർച്ച് വരെ രാജ്യം നേടിയത്. 4ാം പാദത്തിലെ വളർച്ച 6.7% സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൂട്ടലുകളെല്ലാം മറികടന്നാണ് വളർച്ച കുതിച്ചുയർന്നത്. ആഗോളതലത്തിൽ വ്യാപാര യുദ്ധം ഉൾപ്പെടെ നിലനിൽക്കുന്ന അനിശ്ചിതാവസ്ഥകൾക്കിടയിലും ഇന്ത്യ 6.5% സാമ്പത്തിക വളർച്ച നേടുമെന്ന് ഏപ്രിൽ മാസത്തെ കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ സൂചനയുണ്ടായിരുന്നു. വളർച്ചാ നിരക്ക് ഉയർത്തുന്നതിൽ വ്യവസായ, നിർമ്മാണ മേഖലകൾ ഗണ്യമായ പങ്ക് വഹിച്ചതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 2024-25 സാമ്പത്തിക വർഷത്തിൽ നാമമാത്ര GDP 9.8% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഇക്കാലയളവിൽ യഥാർത്ഥ GDP അഥവാ സ്ഥിരവിലയുള്ള GDP 187.97 ലക്ഷം കോടി രൂപയിലെത്തുമെന്ന് കണക്കാക്കപ്പെടുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ചാലകശക്തി നിർമ്മാണ മേഖലയായിരുന്നു. 9.4% വളർച്ചയാണ് കണക്കാക്കിയിരിക്കുന്നത്. പൊതുഭരണം, മറ്റ് സേവന മേഖലകൾ എന്നിവയുടെ വളർച്ച 8.9% ആയിരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഇതേ കാലയളവിൽ സാമ്പത്തിക, റിയൽ എസ്റ്റേറ്റ്, പ്രൊഫഷണൽ സേവന മേഖലകൾ 7.2% വളർച്ച കൈവരിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തൊട്ടുമുമ്പത്തെ വർഷത്തെ അപേക്ഷിച്ച് പ്രാഥമിക മേഖല 2.7% എന്ന നിലയിൽ നിന്ന് 4.4% എന്ന തോതിലേക്ക് വളർച്ച നേടി. 2025 മാർച്ചിലെ പാദത്തിൽ 5% വളർച്ചയും നേടി. രാജ്യം 6 മുതൽ 7% വരെ സ്ഥിരതയുള്ള സാമ്പത്തിക വളർച്ച നേടി. ഇത് 8% വർദ്ധിപ്പിക്കാനാണ് ശ്രമം. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സങ്കീർണ സാഹചര്യങ്ങളിലും മികച്ച പ്രകടനത്തിലൂടെ വളർന്ന് മത്സരശേഷിയുള്ള വിപണിയായി ഇന്ത്യ മാറി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ, ജൂൺ, ജൂലൈ, സെപ്റ്റംബർ, ഒക്ടോബർ, ഡിസംബർ പാദങ്ങളിൽ യഥാക്രമം 6.7%, 5.6%, 6.2% എന്നിങ്ങനെയാണ് GDP വളർച്ചയുണ്ടായത്. രാജ്യത്തെ വിദേശ നാണ്യ കരുതൽ ശേഖരവും ആശാവഹമാണ്. മെയ് 23 അവസാനിച്ച ആഴ്ചയിൽ വിദേശ നാണ്യ കരുതൽ ശേഖരം $6.9 ബില്യൺ ഉയർന്ന് $692.7 ബില്യൺ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ വീക്ക്ലി സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്ലിമെന്റ് പ്രകാരം കഴിഞ്ഞ ആഴ്ചയിൽ കരുതൽ ശേഖരത്തിന്റെ പ്രധാന ഘടകമായ വിദേശ കറൻസി $4.5 ബില്യൺ വർദ്ധിച്ച്
$586.1 ബില്യൺ. സ്വർണശേഖരം $2.3 ബില്യൺ വർദ്ധിച്ച് $83.58 ബില്യൺ മൂല്യമായി. അന്താരാഷ്ട്ര നാണയനിധിയിൽ സെൻട്രൽ ബാങ്കിന്റെ കരുതൽ $30 ദശലക്ഷം ഉയർന്ന് $4.4 ബില്യൺ രാജ്യത്തെ സേവന മേഖലയിലെ അതിവേഗ വളർച്ച സമ്പദ്ഘടനയ്ക്ക് കരുത്താണ്. സമ്പദ് വ്യവസ്ഥയിൽ മൊത്ത മൂല്യവർധനയ്ക്ക് ഏറ്റവും സ്ഥിരതയുള്ള സംഭാവന നൽകുന്നത് സേവന മേഖലയാണ്. ഇത് രാജ്യത്തിൻ്റെ GDPയിൽ 50% സംഭാവന ചെയ്യുന്നു. 2023 സാമ്പത്തിക വർഷം മുതൽ 2025 വരെ സേവന മേഖല 8.3% വളർച്ച കൈവരിച്ചു. സേവന മേഖലയുടെ വളർച്ച IT, ആരോഗ്യ സംരക്ഷണം, ടൂറിസം, ഗതാഗതം, ധനകാര്യം തുടങ്ങിയ മേഖലകളിലെ വ്യവസായങ്ങളുടെ വികസനത്തിന് കാരണമായി. വിദ്യാസമ്പന്നരും വൈദഗ്ധ്യമുള്ളവരുമായ തൊഴിലാളികളുടെ എണ്ണത്തിലെ വർധന, ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ ആവിർഭാവം തുടങ്ങിയ നിരവധി ഘടകങ്ങൾ സേവന മേഖലയുടെ ശ്രദ്ധേയമായ വളർച്ചയെ പിന്തുണച്ചിട്ടുണ്ട്. ടൂറിസം വ്യവസായമാണ് സേവന മേഖലയിലെ മറ്റൊരു പ്രധാന സംഭാവന. അതിനുമുപരി ഇന്ത്യ ആഗോളതലത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന വ്യോമയാന വിപണി കൂടിയാണ്. 2025-26 കാലയളവിലും ഇന്ത്യൻ സമ്പദ്ഘടന ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന സ്ഥാനം നിലനിർത്തുമെന്ന് റിസർവ് ബാങ്ക് വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു. PLI പദ്ധതിയിലൂടെയും ദേശീയ ഉൽപ്പാദന ദൗത്യത്തിലൂടെയും നയപരമായ പിന്തുണ നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി RBI വിലയിരുത്തുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ ആദ്യമായി RBI റിപ്പോ നിരക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ 0.25% കുറച്ചിരുന്നു. പിന്നീട് വീണ്ടും 0.25% കുറച്ച് റിപ്പോ നിരക്ക് 6 തുടർന്ന് ബാങ്കുകൾ വിതരണം ചെയ്യുന്ന ഭവന, വാഹന, വിദ്യാഭ്യാസ, കാർഷിക, സ്വർണ്ണപ്പണയ, മറ്റ് വ്യക്തിഗത വായ്പകളുടെ പലിശ ഗണ്യമായി കുറഞ്ഞത് സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവേകി. കൃഷി ഉൾപ്പെടെ പ്രാഥമിക മേഖലയിലും നിർമ്മാണ രംഗത്തും വലിയ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ GDPയുടെ 57% വരുന്ന സ്വകാര്യ ഉപഭോക്തൃ ചെലവ് ജനുവരി-മാർച്ച് കാലയളവിൽ 6% വർദ്ധിച്ചു. ഇത് വിപണിയിലെ പണലഭ്യതയ്ക്കുള്ള തെളിവാണ്. അടിസ്ഥാന സൗകര്യങ്ങൾക്കായുള്ള പൊതുമൂലധന ചെലവ് വളർച്ചയ്ക്കുള്ള ഒരു പ്രധാന ഉത്തേജകമാണ്. ഏപ്രിൽ 2 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് പരിഷ്കരണം തടഞ്ഞ വ്യാപാര കോടതി ഉത്തരവ് ആഗോള ഓഹരി വിപണികളിൽ നല്ല സ്വാധീനം ചെലുത്തിയിരുന്നു. ഇന്ത്യൻ വിപണികളിലും അത് ഗുണകരമായ സ്വാധീനമാണ് ചെലുത്തിയത്. എന്നാൽ തൊട്ടുപിന്നാലെ ട്രംപിൻ്റെ താരിഫുകൾ ഫെഡറൽ അപ്പീൽ കോടതി താൽക്കാലികമായി പുനഃസ്ഥാപിച്ചു. ചൈനീസ് ഇറക്കുമതിക്ക് 104%, ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 26% തീരുവയാണ് ട്രംപ് ഏർപ്പെടുത്തിയത്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും വിദേശകാര്യമന്ത്രി S ജയശങ്കറും നടത്തിയ ചർച്ചയിൽ ന്യായവും സന്തുലിതവുമായ വ്യാപാര ബന്ധത്തിനുള്ള പ്രതിബദ്ധത ഇരുപക്ഷവും വ്യക്തമാക്കി. ഉഭയകക്ഷി വ്യാപാര കരാറിൻ്റെ ആദ്യഘട്ടം ചർച്ച ചെയ്യുന്നതിനുള്ള പദ്ധതികളും പ്രഖ്യാപിച്ചു. ഉഭയകക്ഷി വ്യാപാരം നിലവിലെ $191 ബില്യൺ നിന്ന് 2030 ആകുമ്പോഴേക്കും $500 ബില്യൺ ആക്കുക എന്നതാണ് ലക്ഷ്യം. ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, നയപരിഷ്കാരങ്ങൾ എന്നിവയും നൂതന സാങ്കേതിക വിദ്യകളും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഹരിത സമ്പദ് വ്യവസ്ഥയും അതിവേഗം വളരുകയാണ്. 2030 ആകുമ്പോഴേക്കും ഇത് $1 ട്രില്യൺ എത്തുമെന്നും 2070 $15 ട്രില്യൺ വരെ ആകുമെന്നും പുതിയ റിപ്പോർട്ട് പറയുന്നു. ശക്തമായ ആഭ്യന്തര ആവശ്യങ്ങൾ, ആസൂത്രിതമായ സംരംഭങ്ങൾ, സ്ഥിരതയുള്ള സേവന മേഖല എന്നിവയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കരുത്തോടെ മുന്നോട്ട് നയിക്കുന്നത്. രാജ്യത്തെ ഡിജിറ്റൽ വിപ്ലവം സമ്പദ്ഘടനയ്ക്ക് മറ്റൊരു വലിയ കൈത്താങ്ങാണ്. ലോകത്തിലെ മുൻനിര സാമ്പത്തിക ശക്തികളിലൊന്നായ ഇന്ത്യയുടെ ഭാവി ഭദ്രമാക്കാനും വരും വർഷങ്ങളിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും ഇവ തികച്ചും പര്യാപ്തമാണ്. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.